സത്യവിശ്വാസിയുടെ മുഅ്മിനായ മനുഷ്യന്റെ അലങ്കാരം തഖ്വയാണ്, അല്ലാഹുവിനോടുള്ള ഭയഭക്തിയാണ്. അതൊരിക്കലും ഒഴിഞ്ഞു വീഴില്ല, അതൊരിക്കലും നഷ്ടപ്പെടില്ല, അതൊരിക്കലും അവനിൽ നിന്ന് ഇല്ലാതെയായി പോകുന്നില്ല. ഏതുപോലെ ഈത്തപ്പനയുടെ അലങ്കാരങ്ങൾ അതിൽ നിന്ന് സ്വയം വീഴാത്തതുപോലെ നമ്മൾ വെട്ടിയെടുക്കുകയാണ്. അപ്പോഴാണ് അതിന്റെ മട്ടലുകളൊക്കെ നമ്മൾ അത് മുറിച്ചെടുക്കുന്നത്. അതായിട്ട് വീഴുന്നതല്ല. തെങ്ങിൻ്റെ അതൊക്കെ വീഴില്ല, തെങ്ങിന്റെ മട്ടലൊക്കെ ഒന്ന് ഉണങ്ങിയാൽ താഴെ വീഴും. പക്ഷേ ഈത്തപ്പനയുടെ ഇത് വീഴില്ല. ദവാമു സവാബിഹ, അതിന്റെ ലിബാസിഹ, അതിന്റെ വസ്ത്രം അങ്ങനെയാണ്. മുഅ്മിനീങ്ങളുടെ വസ്ത്രം അങ്ങനെയാണ്. നമ്മുടെ വസ്ത്രം തഖ്വയാണ്. അല്ലാഹു നമുക്കത് പൂർത്തിയാക്കി നൽകുമാറാകട്ടെ. മല്ലം യകുൽ ലഹു വറഉൻ യഹ്ജുസുഹു അൻ മഅസിയത്തില്ലാഹി ഇദാ ഖലാ ബിഹാ ലം യഅബ ഇല്ലാഹു മിൻ ബിസാഇർ ഇബാദത്തിഹി ഷൈആ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. മല്ലം യകുൽ ലഹു വറഉൻ യഹ്ജുസുഹു അൻ മഅസിയത്തില്ലാഹി ഇദാ ഖലാ ബിഹാ, ഒരാൾ ഒറ്റക്കായിരുന്നാൽ തെറ്റ് ചെയ്യാതിരിക്കത്തക്ക വിധം അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള പേടിയും ഭയഭക്തിയും ഒരാൾക്കില്ലെങ്കിൽ, കാരണം ഒറ്റയ്ക്കിരിക്കാൻ ഒരാൾ ഒറ്റക്കായിരിക്കെ തെറ്റ് ചെയ്യാതിരിക്കാൻ അവനെ സഹായിക്കുന്ന ഒരു തരം ഈമാൻ. അങ്ങനെ ആരും അറിയില്ല എന്ന് തോന്നുമ്പോൾ തെറ്റ് ചെയ്യാം, ആരും കാണില്ല എന്ന് കാണുമ്പോൾ തെറ്റ് ചെയ്യാം. മുഅ്മിൻ അത് ചെയ്യാൻ പാടില്ല. ഇദാ ഖലാ ബിഹാ, ആ തെറ്റും അവനും ഒരുമിച്ചായി കഴിഞ്ഞാൽ ആരും അറിയാനില്ല, ആരും കാണാനില്ല, ആരും അറിയാൻ പോകുന്നില്ല. അങ്ങനെയിരിക്കെ തെറ്റ് ചെയ്യാതിരിക്കത്തക്ക വിധമുള്ള ഒരു ഈമാൻ ഒരു മനുഷ്യനില്ലെങ്കിൽ ലം യഅബ ഇല്ലാഹു ബിസാഇരി ഇബാദത്തിഹി ഷൈആ, ആ മനുഷ്യൻ ചെയ്യുന്ന ഒരു അമലും അല്ലാഹുവിന് വേണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭയങ്കര ഹദീസല്ലേ. ആ കൂട്ടത്തിലായിരിക്കുമ്പോൾ നമ്മൾ നല്ല ഉഷാറാണ്. ഒറ്റക്കായി കഴിഞ്ഞാൽ ആരും അറിയില്ല എന്ന് കണ്ടാൽ തെറ്റ് ചെയ്യുന്ന അവസ്ഥയാണ്. പിന്നെ എന്താണ് ഈമാനിന്റെ അർത്ഥം? അവന്റെ ഈമാൻ എന്ന വസ്ത്രം അവൻ ഊരിയെടുക്കുകയാണ്. ഒറ്റക്കായിരുന്നാലും ആരറിയില്ലെന്ന് ഉറപ്പിച്ചാലും അള്ളാഹുവിന് തെറ്റ് ചെയ്യാതിരിക്കുന്നവൻ, അതാണ് തഖ്വ. അല്ലാത്ത ഒരു തരം ഹിപ്പോക്രസിയല്ലേ, ഒരു തരം കാപട്യമല്ലേ ഇതൊക്കെ. അപ്പോ മുഅ്മിനായ മനുഷ്യന്റെ തഖ്വയുടെ വസ്ത്രം അവനിൽ നിന്ന് പൊഴിഞ്ഞു പോകാൻ പാടില്ല. ഏതുപോലെ വന്നഖ്ലു ദാത്തുൽ അക്മാം, ഈ തഖ്വയുടെ വസ്ത്രം അത് അതിന്റെ അലങ്കാരങ്ങൾ അതിൽ നിന്ന് കൊഴിഞ്ഞു പോകാത്തതുപോലെ. അറാബിഅ സുഹൂലത്തു തനാവുലി സമറതിഹാ, ഈത്തപ്പനയുടെ പഴം പറിച്ചെടുക്കാൻ വളരെ എളുപ്പമാണ്. തീരെ പൊക്കം കുറഞ്ഞ വൃക്ഷത്തിൽ നിന്ന് കുട്ടികൾക്ക് പോലും പറിച്ചെടുക്കാൻ പറ്റും. പഴുത്ത പഴങ്ങളൊക്കെ പെട്ടെന്ന് എടുക്കാൻ പറ്റും. പിന്നെയും പാകം വാങ്ങുന്നതിന് മുമ്പ് നമ്മൾ പറിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോഴോ ഒന്നൊന്ന് ശ്രമിച്ച് പറിക്കേണ്ടി വരിക. അത് പാകമായി കഴിഞ്ഞാൽ സഹൽ സുഹൂലത്തു തനാവുലി സമറതിഹാ, ആ പഴം എടുക്കാൻ വളരെ എളുപ്പമാണ്. പൊക്കുണ്ടെങ്കിൽ പൊത്തിപ്പിടിച്ച് കയറാനും എളുപ്പമാണ്. ഏതുപോലെ ഇതിൽ ഖയ്യിം തങ്ങൾ പറയുന്നു, ഞാൻ അതിന്റെ നേരെ ട്രാൻസ്ലേഷൻ മാത്രമാണ് പറയുന്നത്. ബഹുമാനപ്പെട്ടവർ പറയാണ്, ആ വൃക്ഷം എങ്ങാനും ഹൈറ്റ് ഉണ്ടെങ്കിൽ ആ ഹൈറ്റിലുള്ള പഴം പറിക്കാൻ ഒരു ഏണിയോ കോണിയൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ലാത്ത വിധം അതിന്റെ സൃഷ്ടിപ്പ് തന്നെ അങ്ങനെയാണ്. ചവിട്ടി കയറാവുന്ന രീതിയിലാണ് അല്ലാഹു തആല വെച്ചിരിക്കുന്നത് ഒരാൾക്ക് അതിന്റെ പഴം പറിച്ചെടുക്കാൻ. ഇങ്ങനെ ഒരു സൗകര്യമുള്ള ഒരു മരം, ഒരു വൃക്ഷം, ഒരു പഴം നൽകുന്നത് ഏതിനാണുള്ളത്? സുബ്ഹാനല്ലാഹ്. മുഅ്മിനായ മനുഷ്യൻ അങ്ങനെയാണ്. വകദാലികൽ മുഅ്മിൻ ഇങ്ങനെയാണ്. ഖൈറുഹു സഹ്ലുൻ ഖരീബ്, ആ മുഅ്മിനായ മനുഷ്യനിൽ നിന്ന് ലഭിക്കുന്ന നന്മ വളരെ എളുപ്പവും വളരെ അടുത്തതുമാണ്. ലിമൻ റാമ തനാവുലഹു ലാ ബിൽ ഗുർരി വലാ ബിൽ ലഈം. ആ മുഅ്മിനായ മനുഷ്യന് നന്മ വേണോ? പെട്ടെന്ന് കിട്ടും. അധികം അവിടെ ഒളിഞ്ഞു കളിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. മുഅ്മിനായ മനുഷ്യൻ വല്ല സഹായം ചോദിച്ചാൽ ഉണ്ടോ, അയാൾ തരും. ഇല്ലെങ്കിൽ നല്ല വാക്കെങ്കിലും ഒരു ആശ്വാസമെങ്കിലും തരും. ലാ ബിൽ ഗുർരി വൽ ലഈം, മുഅ്മിനായ മനുഷ്യൻ വഞ്ചിക്കുന്നവനല്ല. വലാ ബിൽ ലഈം, ചീത്ത സ്വഭാവക്കാരനും അല്ല. വന്നഖ്ലു ദാത്തുൽ അക്മാം, ഈത്തപ്പനയെ പോലെ. അൽ ഖാമിസ്, സുബ്ഹാനല്ലാഹ്, അഞ്ചാമത്തേത് അന്ന സമറതഹാ മിൻ അൻഫഇ സിമാരിൽ ആലം, ലോകത്ത് അല്ലാഹു തന്ന പഴങ്ങളിൽ വെച്ച് ഏറ്റവും ഉപകാരമുള്ള പഴം ഈത്തപ്പഴമാണെന്ന് ഉലമാഇന്റെ ഏകകണ്ഠമായ അഭിപ്രായമാണ്. അത് പച്ചയായിരുന്നാലും കഴിക്കാം, അത് പഴുത്തു വന്നാലും കഴിക്കാം, ഉണങ്ങിയാലും കഴിക്കാം, ഭക്ഷണമായിട്ട് കഴിക്കാം, ഭക്ഷണത്തിലേക്ക് കൂട്ടിയിട്ടാവാം, അത് പഴമായിട്ട് കഴിക്കാം, അത് ഹല്ല്, അത് സുർഖയാക്കി എടുക്കാൻ പറ്റുമെന്നാണ്. സുബ്ഹാനല്ലാഹ്. വൽ ഹൽവ വയദ്ഖുലു ഫിൽ അദ്വിയതി വൽ അശ്രിബ, മരുന്നുകളിലേക്ക് പോലും ചേർക്കാൻ പറ്റും. സുബ്ഹാനല്ലാഹ്.
ഇങ്ങനെ ഈ ഒരു സ്വഭാവം മുഅ്മിനായ മനുഷ്യന്റെ സ്വഭാവമാണ്. മുഅ്മിൻ ഏറ്റവും വലിയ ഉപകാരിയാവേണ്ട ആളാണ്. അവന്റെ അയൽവാസിക്ക് ഉപകാരമേ കിട്ടാവൂ, അവന്റെ ബന്ധുക്കൾക്ക് അവനൊന്ന് ഉപകാരമേ കിട്ടാവൂ, അവന്റെ കൂടെ ജോലി ചെയ്യുന്നവർക്ക് അവനൊന്ന് ഉപകാരമേ ഉണ്ടാകാവൂ, അവന്റെ സഹജീവികൾക്ക് അവനൊന്ന് ഉപകാരമേ ഉണ്ടാകാവൂ. ഇങ്ങനെ ആയിരിക്കണം മുഅ്മിനായ മനുഷ്യൻ. ആ അർത്ഥത്തിലാണ് മസലുഹാ കമസലിൽ മുഅ്മിൻ, ഈ വൃക്ഷം മുഅ്മിനായ മനുഷ്യന്റെ ഉദാഹരണമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ മുന്തിരിയാണോ ഈത്തപ്പഴത്തെക്കാളും ഏറ്റവും ഖൈർ എന്ന വേറൊരു ചർച്ചയുണ്ട്. മുന്തിരിയാണോ ഈത്തപ്പഴത്തെക്കാളും ഖൈറ്? ഇബ്നുൽ ഖയ്യിം ജൗസിയ്യ തങ്ങൾ ഹജ്ജിന് പോയ സമയത്ത് മസ്ജിദുൽ ഹറാമിൽ ഒരു കൂട്ടം ആളുകൾ നടത്തിയ ചർച്ച അതാണ്, ഏതിനാണ് ശ്രേഷ്ഠത. രണ്ടും ഖുർആൻ പറഞ്ഞതാണ്. അപ്പൊ ഒരു കൂട്ടർ പറഞ്ഞു, മക്കക്കാരായ ആളുകൾ പറഞ്ഞു, മുന്തിരിക്ക് എന്ത്, കുറെ കാരക്കയുടെ കുരു കൊടുത്താൽ മുന്തിരി വാങ്ങിക്കാൻ പറ്റുന്നുണ്ട്, അപ്പൊ കാരക്കന്റെ കുരുക്ക് കിട്ടുന്ന സാധനമല്ലേ മുന്തിരി എന്ന് പറഞ്ഞു. വലിയ ചർച്ച. സുബ്ഹാനല്ലാഹ്, നമ്മളൊക്കെ അവിടെ വല്ല നാട്ടുവർത്തമാനം പറഞ്ഞിരിക്കുന്നേ. സുബ്ഹാനല്ലാഹ്. പിന്നെ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, അൽ കറം ഖൽബുൽ മുഅ്മിൻ, കറം ഖൽബുൽ മുഅ്മിൻ, ഏറ്റവും നല്ല മാന്യത എന്നൊക്കെ പറയുന്നത് മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയമാണ് എന്ന് പറഞ്ഞാൽ, ഈ മുന്തിരിവള്ളിക്ക് കറം എന്ന വാക്കുണ്ട്. മുന്തിരിവള്ളിക്ക് അറബിയിൽ പറയാ കർമ്മ് എന്നാണ്. കർമ്മ് എന്ന് പറഞ്ഞാൽ മാന്യത എന്നാണ്. അപ്പൊ മുന്തിരിനെ പറ്റി വിളിക്കേണ്ട ഏറ്റവും നല്ല മാന്യത മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയത്തിലാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ. അതുകൊണ്ട് ഇനി തർക്കൊന്നും വേണ്ട, ഉഷാർ ഏതന്നെയാണ്, ഈത്തപ്പഴം തന്നെ എന്ന് മറ്റൊരാൾ മറുപടി പറയുന്നത് ആര് കേട്ടു? അല്ലാമ ഇബ്നുൽ ഖയ്യിം ജൗസിയ്യ തങ്ങൾ കേൾക്കുകയാണ്. ബഹുമാനപ്പെട്ടവരതിന് മറുപടി പറഞ്ഞു, അങ്ങനെയൊന്നും പറയാൻ, രണ്ടും ഉപകാരമുള്ള സംഗതികളാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്തിരിയിൽ ഉപകാരമില്ലെന്ന് പറഞ്ഞുകൊണ്ടല്ല അത് പറഞ്ഞത്. മുന്തിരിയെ സംബന്ധിച്ച് കർമ്മ മാന്യത എന്ന വാക്ക് പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും ആവശ്യമുള്ളത് ആർക്കാണ്? മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയത്തിനാണ്. അത്രയേ അതിനർത്ഥമുള്ളൂ എന്നാണ്. പിന്നെ കാരക്കക്കുരു ധാരാളം കൊടുത്താൽ ഒരു മുന്തിരി കിട്ടുന്നൊക്കെ പറഞ്ഞതുകൊണ്ടൊന്നും മുന്തിരിയെ ഞങ്ങൾ ഡീഗ്രേഡ് ചെയ്യാൻ പറ്റൂല എന്നാണ്. മുന്തിരി ധാരാളം കിട്ടുന്ന നാട്ടിലൊക്കെ ചെന്നിട്ട് കാരക്കുരു കൊടുത്താൽ ഒന്നും കിട്ടൂല. സുബ്ഹാനല്ലാഹ്. മുന്തിരി അപ്പൊ അത് കിട്ടാത്തവിടത്തെ അതിന് ആ വില കിട്ടുള്ളൂ. സുബ്ഹാനല്ലാഹ്. ഓരോന്നിനും അതിൻ്റെതായ ഫലങ്ങളുണ്ട്. വമിൻ സമറാത്തിൻ നഖീലി വൽ അഅനാബി തത്തഖിദൂന മിൻഹു സക്റൻ വറിസ്ഖൻ ഹസനാ. അങ്ങനെയൊക്കെയുണ്ട്. അതിൽ നിന്ന് അവിശ്വാസികളായ ആളുകൾ അള്ളാഹുവിൽ നിന്ന് വഴിതെറ്റിക്കുന്ന തരത്തിലുള്ള ലഹരി വസ്തുക്കൾ പോലും ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ്. ലഹരി വസ്തുക്കൾ രണ്ടിനും, മുന്തിരിന്ന് ഉപയോഗിച്ചിട്ടുണ്ടവര്, ഈത്തപ്പഴത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്. അനസ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, മദ്യനിരോധനത്തെ സംബന്ധിച്ചുള്ള ആയത്ത് പരിശുദ്ധ ഖുർആനിൽ ഇറങ്ങിയപ്പോ, മദീനയിലുള്ളപ്പോഴാണ് ഇറങ്ങുന്നത്, ഹിജ്റയ്ക്ക് ശേഷമാണ് മദ്യം നിരോധിക്കുന്നത്. ആ സമയത്ത് വമിൻ സമറാത്തിൻ നഖീലി വൽ അഅനാബി തത്തഖിദൂന മിൻഹു സക്റൻ വറിസ്ഖൻ ഹസന, സൂറത്തുൽ നഹ്ലിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, നിങ്ങൾ ഈത്തപ്പഴത്തിൽ നിന്നും മുന്തിരിയിൽ നിന്നും മത്ത് പിടിപ്പിക്കുന്നത് ഉണ്ടാക്കുന്നുണ്ട്, വറിസ്ഖൻ ഹസന, നല്ല ഭക്ഷണവും ഉണ്ടാക്കുന്നുണ്ട് എന്ന് ആയത്തിറങ്ങിയപ്പോ മദീനയിൽ ഈ മുന്തിരിയിൽ നിന്നും കള്ളുണ്ടാക്കുന്ന ഒരാളും ഉണ്ടായിരുന്നില്ലെന്ന് അനസ് റളിയല്ലാഹു തആല പറയാം. ചിലർ അങ്ങനെ പറഞ്ഞു, മുന്തിരിയിൽ നിന്ന് കള്ളൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് മുന്തിരി അല്ല ഉപകാരം കൂടുതൽ ഈത്തപ്പഴത്തിന്. അത് രണ്ടിനെ സംബന്ധിച്ചു അങ്ങനെ ജനങ്ങൾ ദുരുപയോഗം ചെയ്യും. അങ്ങനെയാണ്. എത്രയോ വലിയ വലിയ നിഅമത്തുകൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നില്ലേ? ഇന്റർനെറ്റ് എന്നൊക്കെ പറയുന്ന വലിയ നിഅമത്തല്ലേ? നമ്മുടെ ടെക്നോളജി എന്ന് പറഞ്ഞ വലിയ നിഅമത്താണ്. സോഷ്യൽ മീഡിയ വലിയ നിഅമത്തല്ലേ? ഈ വാട്സപ്പ് കൊടുക്കുന്ന മെസ്സേജ് ഇതൊക്കെ വലിയ നിഅമത്തല്ലേ? ഇതൊക്കെ ദുരുപയോഗം ചെയ്യുന്നില്ലേ? അത് വിചാരിച്ചതിന്റെ നിഅമത്തിനെ നമ്മൾ കൊച്ചാക്കി കാണിക്കാൻ പറ്റും. അത് വലിയ നിഅമത്ത് തന്നെയാണ്. പക്ഷെ മനുഷ്യനത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, അവിടെയാണ് വിഷയം. അപ്പോ ഇബ്നുൽ ഖയ്യിം തങ്ങൾ അങ്ങനെ വലിയൊരു ചർച്ച നടത്തിയിട്ട് ഒന്ന് മറ്റൊന്നിനെ വിശേഷിപ്പിക്കാനോ ഒന്ന് മറ്റൊന്നിനെ ചെറുതാക്കാനോ ഒന്നും പോകണ്ട. രണ്ട് തരത്തിൽ നോക്കിയാൽ ഓരോന്നിനും അതിൻ്റെതായ പവിത്രതകളുണ്ട് എന്ന് പറഞ്ഞ ചർച്ച അവസാനിപ്പിക്കാൻ